നിത്യസ്നേഹത്തെയും കുറിച്ചുള്ള കഥകൾ. ബൈബിളിലെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യങ്ങളിലൊന്ന് പറയുന്നതുപോലെ, യോഹന്നാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അവൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകി, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു. നമുക്ക് ഒന്ന് സൂക്ഷ്മമായി നോക്കാം. യോഹന്നാന്റെ വാക്യങ്ങൾ കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പോൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്നത് എന്തുകൊണ്ട്? യോഹന്നാൻ എന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ചുരുക്കെഴുത്താണ്. വാക്യം എടുത്തിരിക്കുന്ന ബൈബിളിലെ പുസ്തകമാണിത്. സംഖ്യകൾ 3-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബൈബിളിലെ പുസ്തകങ്ങൾ എല്ലായ്പ്പോഴും അധ്യായങ്ങളായും വാക്യങ്ങളായും വിഭജിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, നൂറ്റാണ്ടുകളായി വിവർത്തകർ അധ്യായങ്ങളും വാക്യസംഖ്യകളും വളരെ സഹായകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബൈബിൾ പുസ്തകത്തിന്റെ കൃത്യമായ പേരും അധ്യായവും വാക്യസംഖ്യയും ഉപയോഗിച്ച് ബൈബിളിന്റെ മറ്റേതെങ്കിലും പതിപ്പിൽ ഒരേ വാക്യം കണ്ടെത്തുന്നത് വളരെ എളുപ്പമായിരുന്നു. പരിശോധിക്കാൻ മടിക്കേണ്ട. ഏതെങ്കിലും മുതിർന്നവർക്കുള്ള ബൈബിൾ എടുത്ത് യോഹന്നാൻ 3.16 നോക്കുക. കണ്ടോ? സന്ദേശം ഒന്നുതന്നെയാണ്, വിവർത്തനങ്ങൾ അല്പം വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതുപോലെ അധ്യായങ്ങൾ വളരെ വലുതായിരിക്കാം, അതേസമയം വാക്യങ്ങൾ കൂടുതലും ചെറുതായിരിക്കും, പലപ്പോഴും ഒരു വാക്യമോ അതിലും ചെറുതോ ആയിരിക്കും. ഇപ്പോൾ ബൈബിൾ പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ ഒരേ സാഹിത്യ വിഭാഗത്തിൽ പെടുന്നില്ല. ചില പുസ്തകങ്ങൾ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു, ദൈവവും ആളുകളും തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നു. ആളുകൾ ദൈവത്തെ പിന്തുടരുമ്പോൾ എന്ത് സംഭവിക്കും, അവർ അവനെ മറന്ന് സ്വന്തം വഴിക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അവ പറയുന്നു. മറ്റു പുസ്തകങ്ങൾ പ്രവാചകന്മാർ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക സന്ദേശവാഹകരിലൂടെ ദൈവം തന്റെ ജനത്തിന് നൽകിയ സന്ദേശങ്ങളുടെ രേഖകളാണ്. മറ്റ് ചില പുസ്തകങ്ങൾ കവിതകൾ, ജ്ഞാനമൊഴികൾ അല്ലെങ്കിൽ പഠിപ്പിക്കലുകൾ എന്നിവയുടെ ശേഖരങ്ങളാണ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മുന്നറിയിപ്പ് നൽകാനും ദൈവജനം എഴുതിയ കത്തുകൾ പോലും. നിങ്ങൾ വായിക്കുമ്പോൾ ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് കൂടുതലും ചിലത് കുറവും മനസ്സിലാകും. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ഓരോ തവണയും നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നന്നായി മനസ്സിലാകും. അതിനാൽ നിങ്ങൾക്ക് അത് ആദ്യമായി ലഭിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട. ദൈവം നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നമുക്കോരോരുത്തർക്കും വേണ്ടി ദൈവത്തിന് ഒരു സന്ദേശമുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ മനുഷ്യചരിത്രത്തിന്റെ ഒരു അനിവാര്യ ഭാഗമായിരിക്കുന്നത്. നിങ്ങൾ ആ സന്ദേശം വായിച്ച് ദൈവവുമായുള്ള ബന്ധത്തിലേക്കുള്ള വഴി കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.